ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് ബട്ടർ പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അപ്പോൾ ഇത് ബട്ടർ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ക്യാഷും 1/4 കപ്പ് തന്നെ ബദവും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി കേട്ടോ. അടുത്തത് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ലിറ്റർ പാലാണ് ഞാൻ പുഡിങ്ങിന് എടുക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ടയില്ലാതെ കലക്കി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 4 ബ്രെഡ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ സൈഡ് വശത്തുള്ള, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പം ഈ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് 4 പീസ് എടുത്തത്. അപ്പോൾ നിങ്ങളൊരു സാൻഡ്വിച്ച് ബ്രെഡൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഒരു 2 or 3 മതിയാവും. വെച്ചാൽ അത് വലിപ്പം കൂടുതലല്ലേ സാൻഡ്വിച്ച് ബ്രെഡ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ആ ബ്രൗൺ പാർട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇത് കണ്ടോ, കട്ട് ചെയ്തപ്പം കണ്ടോ ചെറിയ ആ ബ്രൗൺ പാർട്ടൊക്കെ പോയപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കുതിർത്തി വെക്കണം. അപ്പം ഞാനൊന്ന് കുതിർത്തിയതിന് ശേഷം മെൽട്ടാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 3 or 4 സ്ട്രോബെറി, ഇതില്ലേ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഓപ്ഷനലായിട്ട് പറയുന്ന കാര്യമാണ്. അതിനൊരു പിങ്കിഷ് കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണ്ടെന്നുള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു 3 or 4 എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ തണ്ടൊക്കെ അങ്ങ് പോക്കിയതിന് ശേഷം ഒന്ന് നന്നായി കഴുകി ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ബട്ടറിൻ്റെ ആ യെല്ലോ കളർ മതിയെങ്കിൽ പുഡിങ്ങിന് അങ്ങനെ ചെയ്താൽ മതി. ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൈനാപ്പിളൊക്കെ പഞ്ചസാരയിലൊന്നും മൂപ്പിച്ചെടുക്കുന്നില്ലേ, ഫലൂദയിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, അപ്പോൾ അതുപോലെ ഒന്ന് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കേണ്ടതുണ്ട് ഇത്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളത് കേട്ടോ. അത് കളർ കൊടുക്കാൻ വേണ്ടി മാത്രം ഇത് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടത് ആ പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ സ്ട്രോബെറിയിൽ ചെറിയൊരു പുളിരസം ഉള്ളതല്ലേ, അപ്പം ഡയറക്റ്റ് പാലിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയിട്ട് പഞ്ചസാരയിലൊന്ന് മെൽട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴേക്ക് ഇത് കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു ബദമൊക്കെ. അപ്പം ബദത്തിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം അതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതും നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ബദവും നമ്മളെ സ്ട്രോബെറിയൊക്കെ ഒന്നിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ നമ്മളെ ഈ സ്ട്രോബെറിൻ്റെ ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയല്ലേ ഉള്ളത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാം. ആ പാനിൽ കുറച്ച് പാലുകൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ കണ്ടോ ഒരു പിങ്കിഷ് കളറായത്, അതുകൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ നോക്കാം. അത് തന്നെ നോക്കിയാൽ മതി. കാരണം നമ്മൾ ബട്ടർ പുഡിങ് അല്ലേ, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോഴേക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വെള്ളം അതൊക്കെ അബ്സോർവ് ചെയ്യുമല്ലോ എന്തായാലും, ചൈന ഗ്രാസ് ഒന്ന് അബ്സോർവ് ചെയ്യും. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് അതങ്ങ് മാറ്റി കൊടുത്തു കേട്ടോ. ഇനി 1 ലിറ്റർ പാലിൽ ബാക്കിയുണ്ടല്ലോ കസ്റ്റർഡൊക്കെ കലക്കിയതിൻ്റെ, അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കസ്റ്റർഡ് കലക്കിയത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം നമ്മൾ വെക്കുമ്പോൾ അത് അടിവശത്ത് പോയിട്ട് ഒന്നുകൂടെ കട്ട കെട്ടി നിൽക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാലിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് തന്നെ കലങ്ങി കിട്ടും. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 3 or 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പകരമായിട്ട് നിങ്ങൾക്ക് പാൽപ്പൊടി നല്ല കട്ടിയിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി മാത്രമാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. കാരണം അത് ഒന്ന് തണുത്ത് വരുമ്പം മധുരം ഒന്ന് കുറയാൻ വഴിയുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ ഒന്ന് മധുരം കുറയും. അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടി ചേർക്കുന്നതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ പഞ്ചസാരയുടെ അളവ് 4 ടേബിൾ സ്പൂൺ മാത്രമാക്കി കുറച്ചത് കേട്ടോ. ഇനി പാലിലോട്ട് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഞാൻ പറഞ്ഞതുപോലെ പഞ്ചസാര പാൽപ്പൊടി മാത്രമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര മതി. അതുപോലെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി കൂടെ തന്നെ ഒരു 10 ഗ്രാമോളം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ബട്ടർ പുഡിംഗ് ആകുമ്പോൾ കുറച്ച് ഏറെ മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പീസ് എടുത്തത് കേട്ടോ. ഇത് അൺസാൾട്ടഡ് ബട്ടറല്ല, സാൾട്ടഡ് ബട്ടറാണ്. അൺസാൾട്ടഡ് ബട്ടർ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി കട്ട് ചെയ്ത ബ്രെഡ് പീസസ് ഉണ്ടല്ലോ, ആ ബട്ടർ ഒന്ന് മെൽട്ടായതിന് ശേഷം അതുകൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച ആ സ്ട്രോബെറിയുടെയും കാഷ്യൂവും ബദമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുക്കാനുള്ളത്, അതുകൊണ്ട് അങ്ങ് മെൽട്ടാവണം എന്ന് നിർബന്ധമില്ല ബ്രെഡ് പീസസ്. അപ്പോൾ അതേ സമയം തന്നെ നമ്മൾ മെൽട്ടാൻ വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തിളപ്പിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഇട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമല്ലോ, ആ സമയത്ത് ഡയറക്റ്റ് പിന്നെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തന്നെ കുറുക്കിയെടുത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇപ്പുറത്തെ അടുപ്പിലങ്ങ് വെച്ച് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ആ ലൂസ് കൺസിസ്റ്റൻസി തന്നെ ഇതങ്ങ് ഈ നമ്മുടെ പാലും നട്ട്സൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. വല്ലാണ്ട് തണുക്കണ്ട, എന്നാൽ അധികം മിക്സിയുടെ ജാറിൽ ഒഴിക്കാൻ പറ്റിയ ചൂടിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഞാൻ ഇതുപോലെ ചെറിയൊരു ട്രേയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ പിസ്ത ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് എന്താണോ നിങ്ങൾ ഗാർണിഷ് ചെയ്യുന്നത് ഇട്ട് കൊടുക്കുന്നത് നല്ലത് കേട്ടോ. കാരണം ഇപ്പോൾ ഒഴിച്ച് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങ് അടിഭാഗത്തേക്ക് അങ്ങ് താണു പോകും. ഇപ്പോൾ ലിക്വിഡ് ഫോമിലല്ലേ ഉള്ളത്, അപ്പോൾ ഒന്ന് സെറ്റായതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നല്ല. അപ്പോൾ ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് ഫ്രീസറിലല്ലേ വെച്ച് കൊടുക്കട്ടെ. ഒന്ന് തണുത്തതിന് ശേഷം, അധികം അങ്ങ് തണുത്തിട്ടില്ല, ഒന്ന് തണുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് ഗാർണിഷ് ചെയ്യുന്നത് എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ ട്രേയിൽ. അതേപോലെ തന്നെ വലിയ ട്രേയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പിസ്ത തന്നെ വേണമെന്നില്ല, കാഷ്യോ അതല്ലെങ്കിൽ കടലൊക്കെ ഇല്ലേ, നമ്മളെ സാധാരണ നിലക്കടല, അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അത് ചെറിയ ഒന്നിക്കൽ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇല്ലേ, അത് ഒന്ന് ചെറുതായിട്ട് തേങ്ങ ചിരകിയത് കുറച്ച് നന്നായി ചെറുതാക്കി ചിരകിയതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിന്നെ പുഡിങ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ഇത് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള പുഡിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിനു മുൻപ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ലിങ്ക് കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക്